പ്രതിസന്ധി വരുമ്പോഴല്ല, ദിവസവും ദൈവവുമായി ജീവിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് നമ്മുടെ അകത്തുള്ള വിശ്വാസത്തെ പണിതുയർത്തി ഉറപ്പിച്ചു നിർത്തിയെങ്കിൽ മാത്രമേ പ്രതിസന്ധികൾ വരുമ്പോൾ പതറാതെ തളരാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കൂ. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക്, ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും നമുക്ക് ഏതെങ്കിലും രീതിയിൽ വചനം പഠിക്കുവാൻ ഒരു മാർഗമുണ്ട്. മൺഡേ ടു സാറ്റർഡേ മോർണിംഗ് ഗ്ലോറിയിലൂടെ, നാളെ നമ്മുടെ സൺഡേ സർവീസിലൂടെ. അതുകൊണ്ട് വചനത്തിന് ക്ഷാമമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ടി വഴികൾ ഒരുക്കിയിട്ടുണ്ട്. വി സ്പെഷ്യലി വോണ്ട് ടു താങ്ക് പാസ്റ്റർ ഡാമിയൻ ഫോർ ദാറ്റ്. ആ ഒരു കാര്യം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിന് നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. അപ്പോൾ തന്നെ നമുക്ക് നന്ദി പറയാൻ ഒരു കൂട്ടം ആൾക്കാരും കൂടിയുണ്ട്, നമ്മുടെ സപ്പോർട്ടേഴ്സ് ആൻഡ് സ്പോൺസേഴ്സ്. ഇന്നത്തെ എപ്പിസോഡും ഒരു കോ സ്പോൺസർ മുഖാന്തരമാണ് ലോകമെമ്പാടും നമുക്ക് എത്തിക്കുവാൻ സാധിക്കുന്നത്. എറണാകുളത്ത് നിന്ന് റീത്ത രാജഗോപാൽ സിസ്റ്ററാണ്. താങ്ക് യു സോ മച്ച് ആൻറ്റി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് ആൻറ്റിക്കും ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ആൻറ്റി അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ജീവിതത്തിൽ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവ് മറുപടികൾ നൽകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി മകൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ വലിയ വാതിലുകൾ അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ്. ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്കും ലോകമെമ്പാടുമുള്ള അനേകരിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ സാധിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് നാളെ നമ്മുടെ സൺഡേ സർവീസ് നടക്കുന്നു. രാവിലെ 7:45 AM നമ്മുടെ ഇംഗ്ലീഷ് സർവീസ് നടക്കുന്നു. അപ്പോൾ തന്നെ കൊച്ചിയിൽ ഹിന്ദി സർവീസുമുണ്ട്. 9:45 AM നമ്മുടെ ഇംഗ്ലീഷ് മലയാളം സർവീസ്. മെയിൻലി മലയാള ആരാധനയിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നത് നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലും ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഞങ്ങളുടെ സോഷ്യൽ മീഡിയ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക blessingtoday.org. ഇതിലൂടെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ. വെൽക്കം ബാക്ക്. ഇന്ന് ജൂൺ 6 സാറ്റർഡേ. ഫോക്കസ് വേർഡ് ഈ ഡിവോഷണൽ ഡയറിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. ഇമ്മൂവബിൾ ഫെയ്ത്ത്, അചഞ്ചലമായ വിശ്വാസം, അല്ലേ? അചഞ്ചലമായ വിശ്വാസം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ കമൻറ്റ് സെക്ഷനിൽ പോയി ടൈപ്പ് ചെയ്യുക, ഇമ്മൂവബിൾ ഫെയ്ത്ത്, അചഞ്ചലമായ വിശ്വാസം. നോട്ട്ബുക്കിൽ എഴുതണം, ഡയറിയിൽ എഴുതുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമ്മൂവബിൾ ഫെയ്ത്ത് എന്ന് ടൈപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. അത് ടൈപ്പ് ചെയ്തെങ്കിൽ 1 Corinthians 15:58 therefore my dear brothers and sisters stand firm, let nothing move you. അതുകൊണ്ട് സഹോദരീ സഹോദരന്മാരെ, ഉറച്ചു നിൽപ്പിൻ, ഒന്നും നിങ്ങളെ ചലിപ്പിക്കരുത്, അല്ലെങ്കിൽ ഒന്നും നിങ്ങളെ പതറിപ്പിക്കരുത്. ആ ഒരു അർത്ഥത്തിലാണ് ആ വചനം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇമ്മൂവബിൾ ഫെയ്ത്തിനെ കുറിച്ചുള്ള വചനം. ഡെക്ലറേഷൻ നോക്കുക. ഐ സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത് ടുഡേ. വിശ്വാസത്തിൽ ഞാനിന്ന് ഉറച്ചു നിൽക്കുന്നു. ട്രയൽസ് കനോട്ട് മൂവ് വാട്ട് ഗോഡ് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മീ. എന്നിൽ ദൈവം സ്ഥാപിച്ചിട്ടുള്ളത് പരിശോധനകൾക്ക് ചലിപ്പിക്കുവാൻ സാധ്യമല്ല. ഇമ്മൂവബിൾ ഫെയ്ത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. സ്ട്രോങ് ഫെയ്ത്ത് ഈസ് ബിൽറ്റ് ബിഫോർ സ്റ്റോംസ് അറൈവ്. വലിയ കൊടുങ്കാറ്റുകൾ വരുന്നതിന് മുൻപ് ഉറച്ച വിശ്വാസം പണിതുയർത്തിയിരിക്കണം. കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പ് ഉറച്ച വിശ്വാസം ഉളവായിരിക്കണം. അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സ്റ്റാൻഡ് ഫേം.
ഉറച്ചു നിൽക്കുക. അതായത് ഫേംനെസ് ഡസ് നോട്ട് സഡൻലി അപ്പിയർ ഇൻ ക്രൈസിസ്. ഒരു വിഷമസന്ധി വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരുന്നതല്ല ഈ ഉറപ്പെന്ന് പറയുന്നത്. നേരത്തെ മുതലേ ആ ഒരു വിശ്വാസത്തിൻ്റെ, ഒരു സ്ട്രോങ് ഫെയ്ത്തിൻ്റെ ബിൽഡിംഗ് അപ്പ് നമ്മുടെ അകത്ത് നടന്നിരിക്കണം. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമാണ്, ഇന്ത്യൻ ആർമി, നമ്മുടെ ഇന്ത്യൻ സൈന്യം എല്ലാ ദിവസവും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുവാണോ? നോ. ഒരു യുദ്ധം വരുമ്പോൾ മാത്രമേ അവർ ഫൈറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ദേ ആർ എവർ റെഡി. എല്ലായ്പ്പോഴും അവർ ഡ്രില്ല് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവരുടെ ബോഡിയൊക്കെ റെഡിയാക്കി ഏത് സമയത്ത് വന്നാലും റെഡി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ആർമി അതുപോലെ എപ്പോഴും റെഡിയാണ്. എന്നാൽ എല്ലായ്പ്പോഴും യുദ്ധം ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നാൽ കഠിനമായ ട്രെയിനിങ്ങുകളിലൂടെ അവരെ തന്നെ ടഫൻ ചെയ്ത് യുദ്ധം വരുമ്പോൾ പാനിക് ചെയ്യാതെ വി ആർ റെഡി എന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാൻ കഴിയുന്നത് മുന്നമേ തന്നെ അവർ പ്രിപ്പയർ ആകുന്നത് കൊണ്ടാണ്. ഇതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അയ്യോ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് കരയുന്നതിന് പകരം നേരത്തെ തന്നെ നമ്മളതിനു വേണ്ടി വിഷമസന്ധികൾ ഉണ്ടാകുമെന്ന് കണ്ട് തയ്യാറാകുക. സോ ഫേംനെസ് ഈസ് ഡെവലപ്ഡ് ഓർ സ്ട്രെങ്ത് ഈസ് ഡെവലപ്ഡ് ബിഫോർ ഹാൻഡ് ത്രൂ ഡെയിലി ട്രസ്റ്റ് ഇൻ ഗോഡ്. ഓരോ ദിവസവും ദൈവത്തിൽ വിശ്വസിച്ച് മുന്നിലേക്ക് പോകുമ്പോഴാണ് നേരത്തെ തന്നെ നമ്മുടെ അകത്ത് ആ ഒരു വലിയ വിശ്വാസം ഉളവായി വരുന്നത്. നേരത്തെ വികസിപ്പിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നുകൂടി പറയാം, പ്രതിസന്ധി വരുമ്പോഴല്ല, ദിവസവും ദൈവവുമായി ജീവിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് നമ്മുടെ അകത്തുള്ള വിശ്വാസത്തെ പണിതുയർത്തി ഉറപ്പിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ പ്രതിസന്ധികൾ വരുമ്പോൾ പതറാതെ തളരാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും പ്രതിസന്ധികൾ വരും, ഭൂമിയിലുള്ള എല്ലാവർക്കും പ്രശ്നങ്ങൾ വരും. എന്നാൽ ആര് പിടിച്ചു നിൽക്കും? ഇപ്പോൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്ന എപ്പോഴാണ്? പ്രശ്നം വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന എത്രയോ പേരുണ്ട്. പ്രശ്നം വരുമ്പോൾ മാത്രം ചർച്ചിനകത്തേക്ക് ഞായറാഴ്ച വരുന്ന എത്രയോ പേരെ എനിക്കറിയാം. ചില സമയത്ത് ഞാൻ ചിലരോട് ചോദിച്ചിട്ട് ഈ പാറ്റേൺ കണ്ടിട്ട്, ചിലർ ഭയങ്കരമായ പ്രശ്നത്തിൻ്റെ നടുവിൽ ബ്ലെസ്സിങ് ടുഡേയിൽ വന്നു, പ്രാർത്ഥനകളിലൊക്കെ സംബന്ധിച്ചു, അവർ ഭയങ്കര മിറാക്കുലസ് ആയിട്ടുള്ള വിടുതൽ കിട്ടിയ പിന്നെ അവരെ കാണുന്നില്ല. കുറേ നാൾ കഴിയുമ്പോൾ ചിലർ വീണ്ടും വരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ഇതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ ഭയങ്കരമായി പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ അത് കാര്യങ്ങളൊക്കെ മാറി പോയി. അപ്പോൾ ഒരാൾ പറഞ്ഞു, എന്താ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കെന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെ കാര്യമായിട്ട് പ്രശ്നമൊന്നും എനിക്കില്ലല്ലോ. അപ്പോൾ അവരുടെ ഉദ്ദേശം പ്രശ്നത്തിന് വേണ്ടി, ഒരു മുട്ടുശാന്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥന. ദൈവം, സഭ എന്ന് പറയും. ഈ പ്രാർത്ഥനയ്ക്ക് വരേണ്ടത് പ്രശ്നമുള്ളപ്പോൾ മാത്രമാണെന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിടുവാൻ തക്ക വിധത്തിൽ നേരത്തെ തന്നെ വിശ്വാസത്തിൽ നമ്മൾ റെഡിയായി നിൽക്കുകയാണെങ്കിൽ കൂളായിട്ട് ഇതിനെല്ലാം നേരിട്ടങ്ങ് പോകാമല്ലോ. സങ്കീർത്തനങ്ങൾ 62:6 ഹി അലോൺ ഈസ് മൈ റോക്ക് ആൻഡ് സാൽവേഷൻ എന്നെഴുതിയിട്ടുണ്ട്. അവൻ മാത്രമാണ് എൻ്റെ പാറയും എൻ്റെ രക്ഷയും. മത്തായി 24:35 കാണുന്നത് മൈ വേർഡ്സ് വിൽ നെവർ പാസ് അവേ. എൻ്റെ വചനങ്ങൾ ഒരിക്കലും മാറിപ്പോകില്ല. അതിനു മുമ്പ് കർത്താവ് പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും ഒരു കാലത്തും ഉണ്ടാകാൻ പോകുന്നില്ല. ജോഷുവ 23:14, യോശുവയുടെ പുസ്തകം 23:14 നോട്ട് വൺ പ്രോമിസ് ഹാസ് ഫെയിൽഡ്. അവിടെ പറയുന്നത് അവൻ നൽകിയ ഒരു വാഗ്ദത്തം പോലും പാഴായില്ല. സകല വാഗ്ദത്തങ്ങളും കർത്താവ് നിവർത്തിച്ചു. കൺവിക്ഷൻസ് ഫോംഡ് ഡീപ്ലി ബിക്കം ആങ്കേഴ്സ് ഡ്യൂറിങ് പ്രഷർ. വളരെ ആഴത്തിൽ നമ്മുടെ അകത്ത് വരുന്ന ബോധ്യങ്ങൾ, ഉൾബോധ്യങ്ങൾ, ദൈവം ഇങ്ങനെയുള്ളവനാണ്. എനിക്കൊരു പ്രശ്നം വന്നാൽ എല്ലാവരും അന്വേഷിച്ചിട്ട് പോയാലും ദൈവം ഉണ്ടായിരിക്കും. ഞാൻ ചില സഹോദരിമാരോടും ചില സഹോദരങ്ങളോടും ഒറ്റയ്ക്ക് കഴിയുന്ന, ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയുന്ന, ഒറ്റയ്ക്കൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൽ കഴിയുന്ന, ഒറ്റയ്ക്കൊരു ഹോസ്റ്റലിൽ കഴിയുന്ന, ആരും സപ്പോർട്ട് ചെയ്യാനില്ല. വീട്ടുകാരുടെ സപ്പോർട്ടില്ല, നാട്ടുകാരുടെ സപ്പോർട്ടില്ല, കൂട്ടുകാരുടെ സപ്പോർട്ടില്ല, കൂട്ടായ്മക്കാരുടെ സപ്പോർട്ടില്ല, ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുന്ന സഹോദരങ്ങൾ ഈ നെഞ്ചിലിങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
ആര് നിങ്ങളെ ഇട്ടിട്ട് പോയാലും ഈ യേശു നിങ്ങളെ ഇട്ടിട്ട് പോവില്ല. അതുകൊണ്ടാണ് യേശു ഒരു ഉപമ പറഞ്ഞത്, 100 ആടുള്ള ഒരാൾ ഒരു ആടിനെ കാണാതായാൽ 99 ഒരു ഭാഗത്ത് വിട്ടിട്ട് ആ കാണാതെ പോയ ഒരു ആടിനെ തപ്പി തിരഞ്ഞു പോകുകയില്ലയോ എന്ന് പറഞ്ഞ അതേ യേശുവാണ് യോഹന്നാൻ 10 പറഞ്ഞ്, ഞാൻ നല്ല ഇടയനാവും, വേണ്ടി വന്നാൽ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ ഞാൻ തയ്യാറാണ്. ഞാൻ അവയെ പേർ ചൊല്ലി വിളിക്കും. പേർ ചൊല്ലി വിളിക്കുക മാത്രമല്ല, ഞാൻ അവയെ മേച്ചിൽ പുറങ്ങളിലേക്ക് കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവന്ന് കയറ്റും. കള്ളനും കവർച്ചക്കാരനും വരുമ്പോൾ വെറുതെ വിടില്ല. ജീവൻ നൽകുന്ന സ്നേഹം ഉള്ള ഒരു ഇടയൻ. അപ്പോൾ പറയുന്നതെന്ന് ചോദിച്ചാൽ, നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ദൈവത്തെ, ഇങ്ങനൊരു യേശു എനിക്കുണ്ട് എന്ന് വിശ്വസിച്ച് മുന്നിലേക്ക് പോകണം. ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓരോ പാർട്ടുകളും പരിശോധനയ്ക്ക് വിധേയമായിട്ടാണ് പുറത്തു വരുന്നത്. അതിനുശേഷം ഇത് അസംബിൾ ചെയ്തെല്ലാം കഴിഞ്ഞാലും പരീക്ഷണ പറക്കലുകളിലൂടെ എല്ലാം ടെസ്റ്റ് ചെയ്ത് ഓക്കെ അടിച്ച ശേഷം മാത്രമേ യാത്രക്കാരെ കയറ്റിക്കൊണ്ടുപോകുള്ളൂ. അപ്പം അതിന് മുമ്പ് തന്നെ, ശരിയായ ഫങ്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ഭയങ്കരമായ എങ്ങനെയാണ് അതിനെ പറയേണ്ടത്, ഒരു പരീക്ഷണത്തിൻ്റെ സാഹചര്യങ്ങളിലാക്കി പ്രഷറിൽ കൊണ്ടുവന്ന് എല്ലാവിധ ടഫ് സിറ്റുവേഷൻസിലൂടെയൊക്കെ പറപ്പിച്ച് നോക്കിയ ശേഷമാണ് യാത്രക്കാരുമായുള്ളതിൻ്റെ കന്നിപ്പറക്കൽ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. യഥാർത്ഥത്തിലുള്ള ആ സീൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം നോക്കി പരിശോധിച്ച് റെഡിയാക്കി തയ്യാറായി ഇരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സ്പർശം അനുഭവിക്കുവാൻ ഒരുങ്ങൂ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ 2026 ജൂൺ 12 വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 മുതൽ 8 മണി വരെ തിരുവനന്തപുരം ശ്രീകാര്യം വികാസ് നഗർ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ പാസ്റ്റർ ഡാമിയൻ ആൻ്റണിയും പാസ്റ്റർ ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹ പ്രാർത്ഥന, രോഗസൗഖ്യ ശുശ്രൂഷ, ശക്തമായ ദൈവവചന സന്ദേശം. നമ്പർ 2, immovable faith refuses to bow to pressure. വലിയ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ തലകുനിക്കുന്നതല്ല അചഞ്ചലമായ വിശ്വാസം. അചഞ്ചലമായ വിശ്വാസം വലിയ സമ്മർദ്ദങ്ങളുടെ മുമ്പിൽ തലകുനിക്കുവാൻ നിരസിക്കുന്നു, തലകുനിച്ചു കൊടുക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഡാനിയലിൻ്റെ കൂട്ടുകാരെ കുറിച്ച് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഷദ്രാക്ക്, മേശാക്ക്, അബേദ്നെഗോ. അവിടെ അവർ തീച്ചൂളയിൽ അവർ അചഞ്ചലമായി നിന്നു. ആ സമയത്ത് പെട്ടെന്ന് കിട്ടിയൊരു വിശ്വാസമാണ്? ഐ ഡോണ്ട് തിങ്ക് സോ. ഇത് നമുക്ക് മനസ്സിലാകുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ ഡാനിയേലിൻ്റെ പുസ്തകം മൊത്തം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ 3 എബ്രായ ബാലന്മാരും അവരുടെ ഒരു ടീം ലീഡറെ പോലെ നിൽക്കുന്ന ദാനിയേലും ഈ പ്രശ്നം വരുമ്പോഴല്ല അവരുടെ പ്രാർത്ഥന തുടങ്ങിയത്. അവരുടെ പ്രാർത്ഥനയ്ക്ക് പോക്ക്, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനാ ജീവിതം തുടങ്ങിയത് ഒരു തീച്ചൂള വരുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെയല്ല. അതിനു മുമ്പേ അവരുടെ ജീവിതത്തിൽ പ്രെയർ ലൈഫ് ബിൽഡ് ചെയ്തിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു പ്രശ്നം വന്നിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കല്ലേ. ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഒരു പ്രശ്നമില്ലാത്തപ്പോൾ ദൈവമായ ഫെലോഷിപ്പും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ കൂളായിട്ട് അതിനെ ഫേസ് ചെയ്യാൻ പറ്റും. കാരണം അതുകൊണ്ടാണ് ദാനിയേലിന്, ഇതുപോലെ തന്നെ ദാനിയേലിൻ്റെ പ്രശ്നം വന്നു, സിംഹക്കുഴിയിലിടുന്ന സാഹചര്യം. അപ്പോൾ അവിടെ പറയുന്നത്, അവിടെ വന്ന സാഹചര്യം എന്താണ്? ആരും ഇനി എന്ത് ചെയ്യരുത്, ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കരുത്, രാജാവിൻ്റെ വിഗ്രഹത്തോടൊന്നും പ്രാർത്ഥിക്കരുത്. പക്ഷേ ഡാനിയേലിനെ കുറിച്ച് പറയുന്നത് പതിവ് പോലെ, ആസ് യൂഷ്വൽ, താൻ പതിവായി പ്രാർത്ഥിച്ചു വന്നിരുന്നത് പോലെ ദിവസത്തിൽ 3 നേരം, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. ഒരു ആവറേജ് ജൂയിഷ് മാൻ്റെ പ്രാർത്ഥനയാണ്. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്, 1 മണിക്കൂർ വീതം, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്, അങ്ങനെ അവൻ പ്രാർത്ഥിച്ചു. സിംഹക്കുഴി വന്നപ്പോൾ ഹോ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയല്ല, നേരത്തെ തന്നെ പ്രാർത്ഥിച്ച് റെഡിയായി നിന്നു. അതുകൊണ്ട് സിംഹത്തിൻ്റെ വായ്ക്ക് ഒരു ഏഞ്ചൽ വന്ന് സിപ്പിട്ട് വെച്ചു, വാ തുറന്നു പോകരുത്, എന്നോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന എൻ്റെ ദാസനാണ്, യു കനോട്ട് ടച്ച്, ഡോണ്ട് എവർ ഡെയർ ടു ടച്ച് മൈ സൺ. ദൈവത്തിൽ നിന്ന് കൽപ്പന വന്നു. ഡാനിയേൽ ആ സിംഹക്കുഴിയിൽ വീണ് അവിടെ നിന്ന് പിന്നെ തിരിച്ചെടുക്കുന്നത് വരെ സിംഹമെല്ലാം.
ഇപ്പം ഇവിടെ ഡാനിയലിൻ്റെയും കൂട്ടുകാരുടെല്ലാം ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഒരു പ്രശ്നം വന്നപ്പോഴല്ല അവർ പ്രാർത്ഥിച്ചത്, പ്രശ്നം വന്നപ്പോഴല്ല അവർ വിശ്വസിച്ചത്, നേരത്തെ തന്നെ. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-18 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഈവൻ ഇഫ് ഹി ഡസ് നോട്ട് വി വിൽ നോട്ട് ബൗ. ഈ ശദ്രക്, മേശക്, അബേദ്നെഗോ 3 എബ്രായ ബാലന്മാർ പറയുകയാണ്, രാജാവ് ഞങ്ങളെ ഇനി തീച്ചൂളയിൽ ഇടുകയാണെന്നിരിക്കട്ടെ, ഇട്ടു, ഇനി ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിൽ പോലും ആ തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചില്ലെന്നിരിക്കട്ടെ, ഞങ്ങൾ താഴേക്ക് വീണ് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ശരീരം കത്തി ചാർക്കോളായി, ചാരമായി താഴെ വീണു. അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ പോലും ഈ രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കാൻ ഞങ്ങളില്ല. നോ, വി വിൽ നോട്ട് ഡു. അപ്പോസ്തലപ്രവൃത്തിയിൽ 5:29 നോക്കാമോ? വി മസ്റ്റ് ഒബേ ഗാഡ് റാദർ ദാൻ മെൻ. മനുഷ്യരെക്കാൾ ഞങ്ങൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. ഇതായിരിക്കണം ജീവിതത്തിലെ പ്രിൻസിപ്പിൾ. മനുഷ്യരെക്കാളധികം ഞങ്ങൾ ദൈവത്തെ. റോമലേഖനം 12:2 ഡു നോട്ട് കൺഫോം ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ പാറ്റേണുകളിലേക്ക്, ഈ ലോകത്തിൻ്റെ രീതികളിലേക്ക് നിങ്ങൾ അനുരൂപപ്പെടരുത്. ഇമ്മൂവബിൾ ഫെയ്ത്ത് ചൂസസ് ഒബീഡിയൻസ് ഓവർ കൺവീനിയൻസ്. അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ പ്രത്യേകത അത് സൗകര്യമനുസരിച്ച് കാര്യങ്ങൾ മാറ്റിയെടുക്കുന്ന ഒന്നല്ല, ഏത് സാഹചര്യത്തിലും അനുസരിക്കുന്നതാണ്. നമ്പർ 3, സ്റ്റെബിലിറ്റി കംസ് ഫ്രം നോയിങ് വാട്ട് യു ബിലീവ്. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് എന്ന് അറിയുന്നതിലൂടെയാണ് സ്ഥിരത കൈവരുന്നത്, ഉറപ്പ് വരുന്നത്. എന്താണ് ഞാൻ വിശ്വസിക്കുന്നത്? നമുക്ക് നോക്കാം. ഫെയ്ത്ത് ബിക്കംസ് വൾണറബിൾ when it lacks foundation. അടിസ്ഥാനമില്ലെങ്കിൽ, വിശ്വാസത്തിനൊരു അടിസ്ഥാനമില്ലെങ്കിൽ, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ. ഇതൊക്കെ ആമസോണിൽ കിട്ടും. നിങ്ങൾക്ക് ബ്ലെസ്സിങ് ടുഡേയിലുള്ളവർക്കൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ആമസോണിൽ ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ, ഹിന്ദി ഉണ്ട്, വിശ്വാസ് കി നീവ് എന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് നിങ്ങൾക്കിത് കിട്ടും. അതിൽ 30 ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, വിശ്വാസത്തിൻ്റെ അടിത്തറ പാകാൻ, ഉറച്ചു നിൽക്കാൻ. അപ്പോൾ ഇവിടെ ഈ വിശ്വാസത്തിന് അടിസ്ഥാനമുണ്ടെങ്കിൽ, കൊടുങ്കാറ്റ് വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, സിംഹക്കുഴി വരുമ്പോൾ, തീച്ചുള വരുമ്പോൾ ചൂളിപ്പോവില്ല, പിടിച്ചു നിൽക്കാൻ പറ്റും. എഫെസ്യ ലേഖനം 4:14 നോ ലോങ്കർ ടോസ്ഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ബൈ എവറി വിൻഡ് ഓഫ് ടീച്ചിങ്. ഉപദേശത്തിൻ്റെ നാനാവിധ കാറ്റുകളിൽ ആടിയുലയാതെ സ്ഥിരതയോടെ നിൽക്കണമെങ്കിൽ ഒരടിസ്ഥാനം ആവശ്യമാണ്. ഉറച്ചു നിൽക്കാൻ ഒരടിസ്ഥാനം ആവശ്യമാണ്. കൊലോസ്യ ലേഖനം 1:23 പറയുന്നത്, കണ്ടിന്യൂ ഇൻ ദ ഫെയ്ത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഫേം. വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? തുടരണം, നിലനിൽക്കണം. എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഫേം, ഉറപ്പുള്ളവരായി, കുലുങ്ങാത്തവരായി ഉറച്ചു നിൽപ്പിൻ. 2 പത്രോസ് 1:10 എന്താണ് പറയുന്നത് നോക്കാം. 2 Peter chapter 1 verse number 10 പറയുന്നത്, മേക്ക് യുവർ കോളിംഗ് ആൻഡ് എലക്ഷൻ ഷുവർ. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിൻ. വിളിയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, ഇത് രണ്ടും ഉറപ്പാക്കുവിൻ. എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ അകത്ത് ഭയങ്കരമായി നിങ്ങളോട് പറയാൻ വേണ്ടി തോന്നുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റി, ആ സമയത്ത് വചനം കൊടുത്ത് പെട്ടെന്ന് മറിച്ച് ഇന്നെന്താണ് ദൈവത്തിന് എന്നോട് സംസാരിക്കാനുള്ളത് എന്ന് പറയുന്നുണ്ട്, പെട്ടെന്നൊരു വചനം എടുത്ത് വായിച്ചു, കർത്താവേ രക്ഷിക്കണേ. ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട്, സ്റ്റഡി ആയിട്ട് ദൈവത്തെ വിളിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തോട് കൂടെ നടക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ആ ഉറപ്പ് നമുക്ക് ദൈവം തരും. സ്ട്രോങ് ബിലീവേഴ്സ് ആർ നോട്ട് merely emotional believers, they are grounded believers. ആരാണ് ഉറച്ച വിശ്വാസികൾ? ഞാൻ ഒത്തിരി പേരെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ വന്ന് ഭയങ്കരമായി പാട്ടിൻ്റെ സമയത്തും ആരാധനയുടെ സമയത്തും വചനപ്രസംഗത്തിൻ്റെ സമയത്ത് ഉറക്കെ ഹാലലിയ പറയുകയും, ചിലപ്പോൾ അഭിഷേകത്തിൽ നിലത്ത് കിടന്ന് ഉരുളുകയും ഭയങ്കര ബഹളം ഉണ്ടാക്കി ചെയ്യുന്ന ആളുകൾ പലരെയും ഞാൻ തൊട്ടാവാടികളായി കണ്ടിട്ടുണ്ട്. 1 മണിക്കൂർ കഴിയുമ്പോൾ, അയ്യോ ബ്രദറേ എൻ്റെ പ്രശ്നങ്ങൾ,
ഒട്ടും ഉള്ളുറപ്പോ വിശ്വാസമോ ഒന്നുമില്ല. അതിന് കാരണം അവർ ഇമോഷണൽ ബിലീവേഴ്സാണ്. ഇമോഷൻസ് വേണോ? വേണം. ഇമോഷൻസ് ഇല്ലെങ്കിൽ ജീവിതത്തിന് നിറമില്ലല്ലോ, കളറില്ല. ഫീലിങ്സ് ആവശ്യമാണ്, ഇമോഷൻസ് ആവശ്യമാണ്. ബൈബിൾ മുഴുവൻ ഇമോഷണലായിട്ടുണ്ട്. ഈ സങ്കീർത്തനമൊക്കെ വായിച്ചാൽ ഇമോഷൻസേ ഉള്ളൂ, ഒരു തെറ്റും അതിലില്ല. പക്ഷെ അതോടൊപ്പം ഒരു കാമ്പ് കൂടെ വേണ്ടേ അകത്ത്. അകത്തെ വിശ്വാസം ഉറച്ചു വരണമെങ്കിൽ വചനം അതുപോലെ അടുക്കടുക്കായി അകത്ത് വേണ്ടേ. അന്തരംഗത്തിൽ ദൈവമേ നീ എന്നെ സത്യം ഗ്രഹിപ്പിക്കണമേ, അന്തരംഗത്തിൽ സത്യത്തിൻ്റെ അടുക്ക്, ആ പരിജ്ഞാനം ഉണ്ടായിരിക്കും. അതിനുവേണ്ടി സമയമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നേ, സമയം ഇൻവെസ്റ്റ് ചെയ്യണം വചനം പഠിക്കാൻ. നമ്പർ 4, ഇമ്മൂവബിൾ ഫെയ്ത്ത് പ്രൊഡ്യൂസസ് ലാസ്റ്റിംഗ് ഫ്രൂട്ട്ഫുൾനെസ്. അചഞ്ചലമായ വിശ്വാസം ഉളവാക്കുന്നത് നിലനിൽക്കുന്ന ഫലത്തെയാണ്, അല്ലെങ്കിൽ ഫലപ്രാപ്തിയാണ്. പൗലോസ് ഈ ഭാഗത്ത് എഴുതിക്കൊണ്ടിരുന്ന നമ്മളെ ആദ്യം വായിച്ച ഫോക്കസ് വേഴ്സിൽ, ഓൾവേസ് ഗിവ് യുവർ സെൽസ് ഫുള്ളി ടു ദ വർക്ക് ഓഫ് ദ ലോർഡ്. എല്ലായ്പ്പോഴും കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. അപ്പോൾ കർത്താവിൻ്റെ വേലയിൽ എല്ലായ്പ്പോഴും വർദ്ധിച്ചു വരണം. ഈ കർത്താവിൻ്റെ വേല എന്നൊക്കെ പറയുമ്പോൾ ദ വർക്ക് ഓഫ് ദ ലോർഡ്, ദ വർക്ക് ഓഫ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് എന്താണ്? ദൈവവേലക്കാർ, സുവിശേഷ വേലക്കാർ, ശുശ്രൂഷകർ, പാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, അവരുടെ വേലയാണെന്നാണ് ഒത്തിരി പേരുടെ ചിന്ത. ഇല്ല, എല്ലാവരും ദൈവവേലയാണ്. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാറ്റഗറി ആയിട്ടല്ല. അതായത് പ്രീസ്റ്റ്ഹുഡും ലെയ്റ്റി എന്നൊക്കെ പറയുന്ന പോലെ കുറേ പേര് അതിനും കുറേ പേര് ചുമ്മാ ഇങ്ങനെ എല്ലാ ഞായറാഴ്ചയും വന്ന് ഇരുന്നിട്ട് പോകാനും അങ്ങനെയല്ല. ഓരോരുത്തരും വിളിക്കപ്പെട്ട അവസ്ഥയിൽ, സ്ഥിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ദൈവവേല ചെയ്യണം. നിങ്ങളെവിടെയാണോ അവിടെ എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യാം. ഹോസ്റ്റലിലാകാം, സ്കൂളിലാകാം, ഇൻസ്റ്റിറ്റ്യൂട്ടിലാകാം, ചന്തസ്ഥലത്താകാം, വീട്ടിലാകാം, അയൽപക്കത്താകാം, അയൽക്കൂട്ടത്തിൽ, എവിടെയാണോ ദൈവവേല ചെയ്യാം. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആരോടൊക്കെയെങ്കിലും ഇത് പറയാൻ പറ്റില്ലേ നമുക്ക്? നമ്മൾ അനുഭവിച്ച് വേറെ ആളോട് ഷെയർ ചെയ്യാം. എന്തെല്ലാം വിശേഷങ്ങളാണ് പറയുന്നത്. സാറിന് ലേഡീസൊക്കെ കൂടുന്ന സമയത്ത് പറയുന്ന വിശേഷങ്ങൾ കേട്ടാൽ ഓ മൈ ഗോഡ്, എങ്ങനെ ഇത് സാധിക്കുന്നു? ആ സമയം ഒന്ന് പതുക്കെ തിരിച്ച് യേശുവിനെക്കുറിച്ച് പറഞ്ഞാൽ ശമര്യക്കാരി സ്ത്രീക്ക് സംഭവിച്ചത് ഇവിടെ സംഭവിക്കില്ലേ? എത്രയോ പേർ രക്ഷപ്പെടും. ജ്ഞാനിയായൊരു വ്യക്തി സംഭാഷണത്തെ തിരിക്കാൻ പഠിക്കൂ. എന്തിലേക്ക്? എവിടെ തുടങ്ങിയാലും അത് ദൈവത്തിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കും, അല്ലെങ്കിൽ യേശുവിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. എവിടെ വേണമെങ്കിലും സംഭാഷണം തുടങ്ങിക്കും, പക്ഷേ ലാൻഡ് ചെയ്യുന്നത് എവിടെയാണ്? യേശുവിനെക്കുറിച്ച് പറഞ്ഞ, വചനം പറഞ്ഞ ആ ആൾക്കൊരു എൻകറേജ്മെൻറ്റ് കൊടുത്ത് രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് അത് പഠിക്കണം. മനഃപൂർവ്വമായി ദൈവത്തോട് ചോദിച്ച്, പരിശുദ്ധാത്മാവോട് ചോദിച്ച് പഠിക്കണം. ഇപ്പോൾ സ്റ്റെഡ്ഫാസ്റ്റ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, അചഞ്ചലമായ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് കീപ്സ് സെർവിങ്, ഗിവിങ്, പ്രേയിങ്, ബിൽഡിങ്, അങ്ങനെ പോകും. ശരിക്കും അചഞ്ചലമായ വിശ്വാസം എൻ്റെ അകത്തുണ്ടെങ്കിൽ മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നതിൽ, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ, മറ്റുള്ളവരെ പണിതെടുക്കുന്നതിലെല്ലാം ദൈവത്തിൻ്റെ വേലയിൽ. എല്ലാവരും ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് ആണോ എന്നല്ല ഞാനീ പറയുന്നത്. ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ചെയ്യാമല്ലോ. എബ്രായ ലേഖനം 10:39 വി ഡു നോട്ട് ഷ്രിങ്ക് ബാക്ക്. നമ്മളാരും അങ്ങനെ പിന്മാറുന്നവരല്ല. സങ്കീർത്തനം 125:1 ദോസ് ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ആർ ലൈക്ക് മൗണ്ട് സയൻ വിച്ച് കനോട്ട് ബി ഷേക്കൻ. കർത്താവിൽ വിശ്വസിക്കുന്നവർ, ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഗലാത്യ ലേഖനം 6:9 ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്. സോ ഫെയ്ത്ത്ഫുൾനെസ് ഓവർ ടൈം പ്രൊഡ്യൂസസ് ഹാർവെസ്റ്റ്. വർഷങ്ങളായി വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്നാൽ ഒരു വലിയ കൊയ്ത്ത് അതിലൂടെ ഉളവായി വരും. ഞാൻ എല്ലാവരോടും ഞാൻ പറയുക, ഉറച്ചു നിൽക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുക. ഐ മീൻ ഇറ്റ്. കാരണം പലരും ഒത്തിരി ചാഞ്ചാട്ടമുണ്ട്. കുറേ നാൾ പ്രാർത്ഥനയ്ക്ക് വരും, പിന്നെ വരില്ല, പിന്നെ വരും. ചിലരൊക്കെ എന്നോട് ഈ ദിവസങ്ങളൊക്കെ വന്ന് പറഞ്ഞു, ബ്രദറെ ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിരുന്നു, ഇപ്പോൾ എനിക്ക് ആളെ തിരിച്ചറിയുന്നില്ല, ആളാകെ മാറിപ്പോയി. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിരുന്നു, ഇപ്പോൾ എവിടെയായിരുന്നു 20 വർഷം? അത് പറ്റിയില്ല. ഇപ്പം എന്താ പ്രശ്നം? ഇപ്പോൾ ഭയങ്കര പ്രശ്നത്തിലാണ്. ഈ ഭയങ്കര പ്രശ്നം വരുമ്പോഴാണ് ദൈവത്തെ വിളിക്കുന്നത്. ആ പരിപാടിയൊക്കെ നിർത്തി
അതെ, ആ സമയത്ത് ദൈവത്തിന് മൂടില്ലെന്നെങ്ങാനും പറഞ്ഞാലോ? ദൈവം പറയില്ല, ഞാൻ പറയുവാണ്. ദൈവം അങ്ങനെ അല്ലല്ലോ. ഒന്നും നിങ്ങളെ ഇളക്കി പറിച്ച് കളയാതിരിക്കട്ടെ. ഉറച്ചു നിൽക്കുക. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഉറച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക. ഇമ്മൂവബിൾ ഫെയ്ത്ത്, അചഞ്ചലമായ വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നെഞ്ചിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരിക്കലും ഇളകാത്ത, മാറിപ്പോകാത്ത അചഞ്ചലമായൊരു വിശ്വാസം ഞങ്ങളെല്ലാവരുടെ അകത്ത് കർത്താവ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന. ഇന്നത്തെ വചനങ്ങൾ തറഞ്ഞിരിക്കുന്ന ആണികൾ പോലെ എല്ലാവരുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കട്ടെ. കൈ ഇങ്ങോട്ട് നീട്ടാം. കർത്താവേ, ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഈ TB പോലെയുള്ള രോഗം, ട്യൂബർകുലോസിസ്, ക്ഷയരോഗം, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ HIV പോസിറ്റീവായ രീതിയിലുള്ള ചിലത് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. വൈറൽ ഇൻഫെക്ഷൻസ് മാറിപ്പോട്ടെ. അങ്ങയുടെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൈനീട്ടിയിരിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാണെങ്കിലും രോഗമാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് സാറ്റർഡേ ആണ്, നാളെ സൺഡേ ആരാധനയുണ്ട്. എല്ലാവരും ഏതെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് വരിക. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ ഓഫ് കോഴ്സ് ആൻഡ് ത്രൂ മോർണിംഗ് ഗ്ലോറി ഓൺ മൺഡേ. ബൈ ബൈ.